നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിങ് വേൾഡ്. ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് സവാള ചോപ്പ് ചെയ്ത് ചേർത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് വെച്ച് കേട്ടോ. എന്നിട്ട് ഇളക്കാനിട്ടു. അതുപോലെ തലേന്ന് തന്നെ മസാലയൊക്കെ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ രാവിലെ അത് ഒരു വിസിൽ അടിച്ചില്ല, അതിന് മുന്നേ ജസ്റ്റ് ആവി കയറിയപ്പോഴേ ഓഫ് ചെയ്ത് വെച്ച് കേട്ടോ. അതിലേക്ക് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്, വേറെ ഒരു പൊടികളും ചേർക്കുന്നില്ല. ചിക്കൻ വേവിച്ചതിലും ഞാൻ ബിരിയാണി മസാല തന്നെയാണ് ചേർത്തിരിക്കുന്നത്, സവോളയിലും അത് തന്നെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ട് നന്നായിട്ട് പച്ചമണമൊക്കെ മസാലയുടെ പോയി കഴിഞ്ഞപ്പം തക്കാളിയും കൂടെ ഒന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ടു, കറിവേപ്പില ഇട്ടു. അത് കഴിഞ്ഞ് വേവിച്ച് വെച്ച ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയുടെ രീതിയൊന്നുമല്ല, ഞാനിങ്ങനെയാണ് വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയാണ് ഇഷ്ടം കേട്ടോ. ഇത് പ്രത്യേകം അങ്ങനെ റൈസ് പ്രത്യേകം, ചിക്കൻ കറി പ്രത്യേകമായിട്ട് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റൈസ് വെക്കാനായിട്ട് നെയ്യ് ഒഴിച്ചു. നെയ്യ് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മുടെ എല്ലാ ഗരം മസാലകൾ എല്ലാം ഇട്ടു. കറുവാപ്പട്ട, ജീരകം, പെരിഞ്ജീരകം, അങ്ങനെ എല്ലാം, ഏലക്ക, പിന്നെ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇത്രയും കൂടെ ചോപ്പ് ചെയ്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് സവാള ഇടത്തില്ല. അത് നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞപ്പോഴത്തെ അതിനകത്തേക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുത്തു. അരിയും ഞാൻ നന്നായിട്ട് ആ നെയ്യിൽ കുറച്ച് നേരം ഒന്ന് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷമേ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ഇതിനകത്ത് കിടക്കുമ്പോൾ അതിൻ്റെ ആ അരിയുടെ ആ ഒരു കളർ ഒന്ന് ചേഞ്ച് ആകും. പിന്നെ വെള്ളം ആവശ്യത്തിന് വെച്ചാൽ ഞാനിത് പിന്നെ പറ്റിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഞാനിത് വെള്ളം പിന്നെ കളയില്ല. ഇതിനകത്തോട്ട് കുറച്ച് ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് പിന്നെ നാരങ്ങ, ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ചേർത്തു. അത് കഴിഞ്ഞ് അത് നന്നായിട്ട് ഇളക്കി എല്ലാം കഴിഞ്ഞിട്ട് അത് മൂടി വെച്ചു. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് അതിനകത്തൊന്നും പറ്റിപ്പിടിക്കാതെയൊക്കെ നല്ലതായിട്ട് വെന്ത് കിട്ടും കേട്ടോ. വെള്ളം കംപ്ലീറ്റ് വാർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ കംപ്ലീറ്റ് ആവശ്യത്തിനുള്ള വെള്ളമേ അതിനകത്ത് ചേർക്കുന്നുള്ളൂ. ചിക്കൻ കറി ആയിട്ടുണ്ട്. അതായത് 1 കിലോ ആണ് ഞാൻ അരി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 5 ഗ്ലാസ് അളന്ന അതേ ഗ്ലാസ്സിന് തന്നെ ഒരു 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ചിക്കനും പിന്നെ മല്ലിയിലയും പുതിനയിലയും കൂടെയാണ് ചേർത്തത്. നല്ല മല്ലിയിലയല്ലായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, വാട്ടം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നെയ്യിൽ നട്ട്സ് ഒന്ന് വറുത്തിട്ട് അതും കൂടെ ഇട്ടു. ഇത്രയായിരുന്നു എൻ്റെ ബിരിയാണി കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മസാല ചെയ്ത ബിരിയാണിയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. വൈറ്റായിട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഇതിങ്ങനെ ഒരു നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇത് എൻ്റെ മണി പ്ലാന്റ് പിന്നെ കാറ് കയറ്റുമ്പോൾ തട്ടുന്നതെന്ന് പറഞ്ഞ് രാവിലെ അത് വലിച്ച് താഴെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ആയിട്ടത് വെട്ടിയെടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിങ്ങനെ മഴ ആയതുകൊണ്ട് ഇങ്ങനെ മാറ്റി ഇട്ടിരുന്നതാണ്. അപ്പോൾ എന്തായാലും അത് കാറ് കയറ്റിയപ്പോൾ അത് തട്ടിയെന്ന് പറഞ്ഞിട്ട് അത് അവിടെ പൊട്ടിച്ചിട്ടതാണ്. അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അതിനെല്ലാം കൂടി എടുത്തിട്ടൊന്ന് കറക്റ്റ് ചെയ്ത് വെട്ടി ഇങ്ങോട്ടിടുക. ഞാൻ കുറേ പഴയ ഇതൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നട്ട ചെടികളെല്ലാം അവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞി രംഗത്തുണ്ട്, കിളികളും രംഗത്തുണ്ട് കേട്ടോ എൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡല്ല, വീടിൻ്റെ ഒരു സൈഡാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ ക്ലീൻ ചെയ്ത് ഞാൻ കാണിച്ചു തന്നത്. അന്ന് ആക്രിക്കാർ അതെല്ലാം എടുത്തിട്ട് പോയിട്ട് പിന്നെ അതെല്ലാം അവിടെ അലങ്കോലപ്പെട്ട് അവിടെ കിടപ്പുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കുകയായിരുന്നു. പിന്നെ ഈ ഭാഗവും എനിക്കിന്നൊന്ന് വൃത്തിയാക്കി എടുക്കണം. കൊല അത് വെട്ടാറായി നിൽപ്പുണ്ട്. എനിക്ക് തന്നെ വെട്ടാൻ പറ്റാത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ പുതിയ ചെടികളൊക്കെ നടുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പഴയ ചെടികളെ അത്ര കെയറിങ് ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. മേളിലിട്ടിരുന്ന ടർട്ടിൽ വൈനൊക്കെ കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. താഴോട്ട് കിടക്കുന്ന മാത്രമേ ഉള്ളൂ പച്ചപ്പ് കേട്ടോ. അപ്പോൾ ഈ മണി പ്ലാന്റ് ആണെങ്കിൽ കുറേ ആയി ഇങ്ങനെ താഴെ വരെ ഈ തറയെ വരെ മുട്ടിക്കിടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം വെട്ടിയെടുത്ത് അതിനകത്തെല്ലാം നല്ല വേരുണ്ട്. ഇനി അതിനെയൊക്കെ നന്നായിട്ട് എടുക്കണം. പിന്നെ ഞാൻ ഈ ടർട്ടിൽ വൈന് താഴെ നെയ്യും വലിച്ചെടുത്ത്, കാരണം മേളിൽ മൊത്തം കരിഞ്ഞു, അടിവശം എല്ലാം കരിഞ്ഞു. മേളിലെല്ലാം പച്ചപ്പുണ്ടെങ്കിലും അടിവശം എല്ലാം കരിഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് പിന്നെ അതങ്ങോട്ട് വെച്ചാൽ മതി. അതിൻ്റെ മേളിൽ പിന്നെ വെള്ളം ഒഴിച്ചാൽ കൊടുക്കും, പിന്നെ നന്നായിട്ട് വന്നോളും. വലിയ കെയറിങ് ഒന്നും വേണ്ടാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഉണങ്ങിയതിനെയെല്ലാം കളഞ്ഞു കേട്ടോ. കുറേ അധികം കളഞ്ഞു. ബാക്കിയെല്ലാം ഇതുപോലൊരു കൂട പോലെ ഒരു കിളിക്കൂട് പോലെയൊക്കെ ആക്കിയിട്ട് വീണ്ടും തിരിച്ച് ഞാൻ അങ്ങോട്ട് വെച്ചു. അപ്പം എനിക്ക് കയറാൻ വേണ്ടി ഞാൻ മറ്റേ സ്റ്റൂൾ കൊണ്ട് വെച്ചു കേട്ടോ. കാരണം അവൾ അതിനകത്ത്
കുഞ്ഞി അതേ കയറിയിരിക്കുക. അപ്പോൾ ഞാൻ പോയി പിന്നെ വേറൊരു ചെറിയ സ്റ്റൂൾ എടുത്തിട്ട് വന്നിട്ട് കയറി നിന്നിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ 3 എണ്ണം ഉണ്ടായിരുന്നു. 3ഉം ഇതുപോലെ തന്നെ എല്ലാം ഉണങ്ങിയതും എല്ലാം. കാരണം ഇതിൻ്റെ പിടിച്ച് കൈയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ എനിക്കൊരു പേടിയുണ്ട്, ഇതിലെങ്ങനെ വല്ല പാമ്പ് വരുന്നതോട്ട് അറിയത്തതും ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ പൊക്കം അത്ര ഇല്ലാത്ത കാരണം കാണത്തതും ഇല്ല അതിൻ്റെ അകം. അപ്പോൾ അങ്ങനെ അതെല്ലാം 3 എണ്ണവും ഞാൻ വലിച്ച് എടുത്തു. കാരണം അത്രയ്ക്ക് ഇറങ്ങി അതിൻ്റെ പോയിട്ടാണ് കേട്ടോ. അതിനകത്ത് ഞാൻ സാധാരണ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഈ മേളിൽ ഈ ഇട്ടിരിക്കുന്ന ഒരെണ്ണത്തിന് ഹാങ്ങിങ് ബോട്ടിലൊന്നിലും ചാണകപ്പൊടിയൊക്കെ കൊടുത്തിട്ട് കുറേ ആയി കേട്ടോ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അതെല്ലാം ഇങ്ങനെ ആയിപ്പോയത്. പിന്നെ മഴ ആകുമ്പോഴത്തേക്ക് ഇച്ചിരി വെള്ളം ഒഴിക്കുന്നതിനൊക്കെ ഒരു മടി, വെളിയിലോട്ട് ഇറങ്ങാനുള്ളൊരു മടിയൊക്കെ കാണിക്കുമ്പോൾ അത് കരിഞ്ഞു തുടങ്ങും. അപ്പോൾ ഇനിയിപ്പോൾ ഇതാണ്ട് ഇത്രയാണ് എടുത്ത് താഴെ കളഞ്ഞത് കേട്ടോ. ഞാൻ പിന്നെ ഇതിനെ എല്ലാം കൂടെ തൂത്തെടുത്തിട്ട് അവിടെ സൈഡിൽ കൊണ്ടുപോയി ഇട്ടു. അവിടെ കിടന്നിട്ട് പിന്നെ ചിലപ്പോൾ കിളുത്തൊക്കെ വരും. അതിനകത്ത് കുറേ പച്ചപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീണ്ടും ചിലപ്പോൾ കയറി വരും. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മേളിലും ഇതുപോലെ ഞാൻ കൊണ്ടിട്ടിട്ട് അവിടെയൊക്കെ ഇപ്പം നിറച്ചായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞി അവിടെ ഇരുന്ന് ഞാൻ അതേലൊന്ന് തൊടാതെ ഞാൻ ഇരിക്കുകയാണ്. അവൾ അവിടെ തന്നെ ഇരിക്കുകയാണ്, അനങ്ങി തരുമൊന്നുമില്ല കേട്ടോ. നമ്മൾ പിടിച്ച് വേണമെങ്കിൽ അവിടെ നിന്ന് മാറി നമ്മൾ തൂത്തോണം, അവൾ അവിടെ നിന്ന് അനങ്ങത്തില്ല. പിന്നെ എനിക്ക് അവളെ ശല്യപ്പെടുത്തുന്നത് ഇഷ്ടമല്ല കേട്ടോ. അവിടെ ഇരിക്കുകയല്ലേ നമ്മുടെ കൂട്ടിന്, അപ്പോൾ അത് കാരണം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ ഇവിടെ ഈ ഒരു ഭാഗത്തെ ക്ലീനിങ് കഴിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ മണി പ്ലാന്റ് കൊണ്ടുവന്ന് ഇവിടെ മഴയത്ത് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അതിനുള്ള സമയമില്ലായിരുന്നു അതിനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ നോട്ടായിട്ട് വെട്ടിയെടുക്കാനായിട്ട്. പിന്നെ ഞാൻ തന്നെ കിളികൾക്ക് കൊണ്ടുവന്ന് തുളസി ഇല കൊണ്ടുവന്ന് കെട്ടിയിട്ട് കൊടുത്തേട്ടാ. ഒരാൾ പുറകിലിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്, തിനയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ തുളസി ഇവർ രണ്ടുപേരും കൊടുക്കുന്ന ആ ഒരു സമയത്ത് കഴിക്കത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് അവിടെ ഇട്ടേക്കും. പിന്നെ കുഞ്ഞ് ഇതെല്ലാം വാച്ച് ചെയ്ത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഈ ഒരു സൈഡ് വൃത്തിയാക്കാമെന്ന് പറഞ്ഞാണ് ഇറങ്ങി, പക്ഷെ മഴയായത് കാരണം നടന്നില്ല. പിന്നെ ചെറിയ ചാറ്റമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ പനി കഴിഞ്ഞതേ ഉള്ളൂ. എന്നാലും എനിക്കതൊന്ന് വൃത്തിയാക്കാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ആ ഒരു ഭാഗം ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ വൃത്തിയാക്കി. അപ്പോഴത്തേക്കും മഴ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ മഴ വരുമ്പോഴത്തേക്കും ഞാൻ ഓടി അകത്ത് കയറും. പിന്നെ അകത്ത് എന്തെങ്കിലും അവിടെയൊക്കെ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ മഴ ഒന്ന് കുറയുമ്പോൾ വീണ്ടും പുറത്തിറങ്ങിയിട്ട് ഓരോന്നൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ കുറേ തഴുതാമയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ വിളിച്ച് ചോദിച്ചു തഴുതാമ വേണമെന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ ഒരു ഷുഗറിനുള്ള ഒരു ചീരയുണ്ട്, അത് ഞാനിപ്പം അതും കുറേ വെട്ടിക്കളയുന്നുണ്ട് കേട്ടോ. ഇത് ഈ സമയമായപ്പോഴത്തേക്ക് മഴ വീണ്ടും പെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും കയറി സിറ്റ് ഔട്ടിൽ ബാക്കിയുള്ളത് തൂത്ത് മാറ്റുകയാണ്. അപ്പോൾ മഴയില്ലാത്ത സമയത്താണ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇതാണ് തഴുതാമ, നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ വേര് എനിക്ക് കുഞ്ഞമ്മയുടെ അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നിറച്ചായി. അന്നേരം അതെല്ലാം ഞാൻ വെട്ടിയെടുത്തു. ഇവിടെ അങ്ങനെ ഞാൻ എടുക്കാറില്ല കേട്ടോ. പിന്നെ അത് അപ്പുറത്തെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന പൊട്ടിയ കയറും എല്ലാം വെട്ടി ഞാൻ കളഞ്ഞ്. ഇപ്പം കുറേ കുരുകുരുപ്പ് പിടിച്ച കുറേ കുഞ്ഞ് പൂച്ചകൾ വീണ്ടും വന്നിട്ടുണ്ട്, ഒരു 3 എണ്ണം ഉണ്ട്. അപ്പം 3ഉം കൂടെ എനിക്ക് പുറവശത്തൊക്കെ നല്ല പണി ഉണ്ടാക്കി തരുന്നത്. നേരത്തെ പോലെ തന്നെ ഉള്ള കവർ അപ്പുറത്തെ വീട്ടിലെല്ലാം കവറെല്ലാം കൊണ്ടുവന്ന് എൻ്റെ വീടിൻ്റെ പുറകിലാണ് കൊണ്ടുവന്ന് ഇടുന്നത് കേട്ടോ. അപ്പം എന്നും എനിക്ക് അവിടെ നല്ലൊരു പണിയുണ്ട് ഇപ്പം. പിന്നെ ഇതാണ് പറഞ്ഞ ചീര കേട്ടോ, ഷുഗറുകാർക്കുള്ള ചീര. അപ്പോൾ അത് കുറേ കാട് പിടിച്ചു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് അത് കണ്ടമാനം വളർന്നു മാറി. അവർക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇവിടുന്ന് എല്ലാം കൂടെ അങ്ങോട്ട് ഇലയൊക്കെ അങ്ങോട്ട് വീഴുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിനനുസരിച്ച് അതെല്ലാം വെട്ടിക്കൊടുക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്തെ അക്ക എന്നോട് സംസാരിക്കുകയായിരുന്നു, പിള്ളേരുടെ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പം അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് അക്കായോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം ഇവിടെ ഒരു ചെമ്പരത്തി നിൽപ്പുണ്ടായിരുന്നു. അതെന്നാണെന്നറിയത്തില്ല, തന്നെ അങ്ങ് വാടിപ്പോയേ. നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, നല്ല നല്ല ഭംഗിയുള്ള പൂക്കളായിരുന്നു അതിൻ്റെ. അപ്പം ഞാനതിനെ ഒന്ന് വെട്ടി ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അടിയിൽ കുറച്ച് മണ്ണും എല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഈ തെറ്റി ഇതിൻ്റെ താഴെ നിന്നിരുന്നതെല്ലാം വല്ലാതെ കാട് പിടിച്ച പോലെ ആയായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വെട്ടിക്കൊടുത്തു. അപ്പോൾ വീണ്ടും മഴ പെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും അകത്ത് കയറി നിന്ന്. പിന്നെ മഴ ഇപ്പം പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ പിന്നെ ഇതെല്ലാം കൊണ്ടുപോയി അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയി കളഞ്ഞ്. കാരണം ഇന്ന് എൻ്റെ സമയം പൊയ്ക്കൊണ്ടേ ഇരിക്കുക. അപ്പം അതാണ് ഞാൻ വെച്ചത് കൊണ്ട് അപ്പുറത്തെ പറമ്പിലോട്ട് കൊണ്ടുപോയി കളഞ്ഞ് വെച്ച്. പിന്നെ ബാക്കിയുള്ളത് നഴ്സറി കൊടുത്ത് വിടാനുള്ളതെല്ലാം എടുത്ത് അവിടെ വെച്ച് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു കേട്ടോ നഴ്സറി കൊടുത്ത് വിടാനായിട്ട്. അപ്പോൾ ഈ ചെമ്പരത്തി ആണെങ്കിലും അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം എടുക്കാൻ പറ്റുമല്ലോ. പിന്നെ ഇനിയും ബാക്കി അവിടെ ജോലികൾ ബാക്കി കിടക്കുകയാണ് കേട്ടോ. ഇനിയും നന്നായിട്ട് ആ ഒരു ഭാഗം വൃത്തിയാക്കാനുണ്ട്. അതിനി അടുത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ, പയ്യെ മഴയൊന്ന് കുറഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത് വെച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.